അതിനെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്ത് എടുത്തിട്ട് ഇവർ പറയുന്നു എന്ന് പറയുന്ന വിഡ്ഢികളോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളോട് വെറും പുച്ഛം മാത്രമാണ്. കാരണം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരെണ്ണം വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമോ? അല്ലെങ്കിൽ ഇതുപോലെ പോസ്റ്റുകളുടെ ബാക്കിൽ നിന്ന് കമൻ്റ് ഇട്ടിട്ടിരിക്കുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആൻഡ് നിങ്ങളുടെ കമൻറ്റുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഈ റിപ്പോർട്ടേഴ്സൊക്കെ വന്ന് പറഞ്ഞിട്ടാണ് ഞാനിപോലെ അറിയുന്നത്. എനിക്കൊരു സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോലും ഇല്ല എന്നുള്ളത് പമ്പര വിട്ടികൾക്ക് അറിയില്ല എന്നുള്ളതും കുറച്ച് ഞാനവരെ പരിഹസിക്കുകയാണ്. ഈ ഒരു കമ്മ്യൂണിറ്റിയെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം മാപ്പ് പറയുക തന്നെ വേണം. അത് ഒരു കമ്മ്യൂണിറ്റിക്ക് ആസ് എ റെപ്രസെൻറ്റേറ്റീവ്, അല്ലെങ്കിൽ ഞാനിപ്പം സംസാരിക്കുന്നത് എൻ്റെ പപ്പയ്ക്ക് വേണ്ടി മാത്രമല്ല. നാളെ 2 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത് 1 വർഷം കഴിഞ്ഞിട്ടോ വീണ്ടും ഇതുപോലെ കലാമിറ്റീസ് വരും. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പം ആ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. എല്ലാ സംവിധാനങ്ങളും ഇന്ത്യക്കകത്തുണ്ടെന്നാണ് കളക്ടർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ അത് യൂസ് ചെയ്യാനുള്ള ഫണ്ട് അവരുടെ കയ്യിലില്ല എന്നും പറഞ്ഞു. ടെൻഡർ അവരുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. കോസ്റ്റ് ഗാർഡിൽ നമ്മൾ പോയി ഓഫീസേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അവരുടെ കയ്യിലെല്ലാം എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെക്കാനിസമാണ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണുള്ളത്. പക്ഷേ ഇതൊന്നും യൂസ് ചെയ്തിട്ടും 8 ദിവസമായിട്ടും കടലിൽ പോയ ആൾക്കാരെ 2 പേരോളം ഉണ്ട്. ഷിജിൻ എന്ന് പറയുന്ന ഒരു ആ കുട്ടിയുണ്ട്. എനിക്ക് അവരുടെ അമ്മയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 2 മക്കളെ 3 മക്കൾ പണിക്ക് പോയി 2 മക്കളെ നഷ്ടപ്പെട്ട അമ്മ ആ 3ാമത്തെ മകന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കണ്ണീരൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഈ പ്രതികരണങ്ങൾ ഇതിൻ്റെ പേരിൽ പൊളിറ്റിക്കലൈസ് ചെയ്ത് പ്രതികരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസുകളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു ലോക്കലായിട്ടുള്ള ഒരു വെതർ സിസ്റ്റം ഞങ്ങൾക്ക് വേണം, ഒരു ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സാറ്റലൈറ്റ് വേണം. ഇതൊക്കെ ഒരു ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ പരമ്പരാഗതമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്തു വരുന്നത്. അതൊരു ഫെയിലിയർ മോഡലാണ്. അതിൽ നിന്നൊരു അപ്ഗ്രഡേഷൻ നിങ്ങൾക്ക് ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിനെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്ത് എടുത്തിട്ട് ഇവർ പറയുന്നു എന്ന് പറയുന്ന വിഡ്ഢികളോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളോട് വെറും പുച്ഛം മാത്രമാണ്. കാരണം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരെണ്ണം വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമോ? അല്ലെങ്കിൽ ഇതുപോലെ പോസ്റ്റുകളുടെ ബാക്കിൽ നിന്ന് കമൻ്റ് ഇട്ടിട്ടിരിക്കുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആൻഡ് നിങ്ങളുടെ കമൻറ്റുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഈ റിപ്പോർട്ടേഴ്സൊക്കെ വന്ന് പറഞ്ഞിട്ടാണ് ഞാനിപോലെ അറിയുന്നത്. എനിക്കൊരു സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോലും ഇല്ല എന്നുള്ളത് പമ്പര വിട്ടികൾക്ക് അറിയില്ല എന്നുള്ളതും കുറച്ച് ഞാനവരെ പരിഹസിക്കുകയാണ്. ജിജി ഗവേഷണത്തിൽ പഠിക്കാനല്ലേ, മക്കളെല്ലാവരും നന്നായിട്ട് പഠിപ്പിക്കുക എന്നുള്ള അച്ഛൻ്റെ തീർച്ചയായും കുഞ്ഞുനാൾ മുതലേ മക്കളെ പഠിപ്പിക്കുക, ഞങ്ങളെ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പപ്പ ചെയ്തിട്ടുള്ളത്. പഠിത്തത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രം ഉണ്ടെന്നും ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതും എൻ്റെ പപ്പ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം അതെങ്ങനെ പ്രതികരിക്കണമെന്ന്. അപ്പം ഇതെൻ്റെ പപ്പയ്ക്ക് വേണ്ടി കൂടെ ആകുമ്പോഴത്തേക്കും ആ പഠിപ്പിച്ച വിദ്യാഭ്യാസത്തിന്, ഞങ്ങൾക്ക് തന്ന വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ കൊടുക്കുന്ന പപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കാൻ പറ്റുന്ന ഈ അവസരം ഞങ്ങൾ പ്രതികരിക്കുക ചെയ്യും. ഞങ്ങൾക്ക് പപ്പായ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അത് തന്നെയാണ്. പപ്പ വരാൻ തന്നെ ചെയ്യും. ഇത് 1ഉം 2ഉം പ്രാവശ്യമല്ല ഇത് നടക്കുന്നത്. ഞങ്ങൾക്ക് വിൽ പവർ ഉണ്ട്, ഞങ്ങൾ കറേജിയസ് ആണ്. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ദിവസം മുമ്പേ പപ്പാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റിയാൽ അത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ് ഞങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത്. എന്തായാലും ജോണിനുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വാക്കുകൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വാക്കുകൾ വേദനിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ ആവശ്യമായ മതിയായ പ്രതികരണം ഉണ്ടായില്ല. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ തൃപ്തിയുണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് തന്നെയാണ് ജോൺ മത്യാസിൻ്റെ മകൾ ജിജി പറയുന്നത്. കണ്ണനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.